നമസ്കാരം. 9 മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. 3 ദിനരാത്രങ്ങളിലായി 4938 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന സെൻട്രൽ ട്രാവൻകൂർ സഹോദയ കലോത്സവത്തിന് പത്തനംതിട്ട തിരുവല്ലയിൽ തിരിതെളിഞ്ഞു. സെൻട്രൽ ട്രാവൻകൂർ സഹോദയ 2025 ക്യാമ്പസ് കലോത്സവത്തിന് ആവേശകരമായാണ് തുടക്കമായത്. തിരുവല്ല കുറ്റിപ്പുഴ ചോയ്സ് സ്കൂൾ അങ്കണത്തിൽ വിവിധ സ്റ്റേജുകളിലായി നടത്തുന്ന കലാമത്സരം സഹോദയ സ്കൂൾ സംഘടനാ ജനറൽ സെക്രട്ടറിയും കാലടി ശ്രീ ശാരദാ വിദ്യാലയ ന്യൂ സൈനിക് സ്കൂൾ പ്രിൻസിപ്പളുമായ ഡോക്ടർ ദീപ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ എന്തൊക്കെ പഠിച്ചാലും അവർ ക്ലാസ് റൂമിനകത്ത് നിന്ന് പഠിക്കുന്നതിനേക്കാൾ ക്ലാസ് റൂമിന്റെ ചുമരുകൾക്ക് പുറത്താണ് പഠിക്കുക. അപ്പൊ ഈ യുവജനോത്സവ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് അവരുടെ ടാലൻസ് പ്രദർശിപ്പിക്കാൻ മാത്രമല്ല, ഒരുപാട് സ്കൂളുകളുടെ കുട്ടികളെ കാണാനും പരിചയപ്പെടാനും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനും സമൂഹത്തിൽ നമുക്ക് വേണ്ട കുറെ സ്കില്ലുകൾ ഉണ്ടല്ലോ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും ടൈമിലേക്ക് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഒരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു 1% നമ്മൾ പറയുക കുറച്ചും കൂടെ നമ്മൾ ടോളർ ആവുക എന്നാണ് പറയുക. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള യുവജനോത്സവ വേദികളിൽ നിന്നാണ് പഠിക്കേണ്ടത്. പക്ഷെ നമ്മള് കുഞ്ഞുങ്ങളും നമ്മുടെ രക്ഷകർത്താക്കളും പഠിക്കേണ്ടത് ഒരു വലിയ കാര്യമാണ്. അതായത് തോറ്റാലും ജയിച്ചാലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് അതിലെ ഏറ്റവും വലിയ ഒരു കാര്യം. പല ആൾക്കാരും വലിയ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ നമ്മള് ഫിലിം ഫീൽഡിൽ നിന്ന് എടുത്താൽ പോലും അവരൊക്കെ യൂത്ത് ഫെസ്റ്റിവലിൽ ജയിച്ചവർ മാത്രമല്ല, പരാജയപ്പെട്ടവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ ഒരു നമുക്ക് ഈ ഡാൻസ് പ്രോഗ്രാംസും ഇങ്ങനത്തെ പ്രോഗ്രാംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുക, പ്രസന്റ് ചെയ്യുന്ന ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ ജയിക്കുക, അതിനൊരു പ്രൈസ് മേടിക്കുക അല്ല, അതിൽ നമ്മൾ കമ്പീറ്റ് ചെയ്യുക, നമ്മൾ അതിനകത്തൊരു ഭാഗമാകുക, നമ്മളുടെ സ്കിൽ എപ്പോഴും നമ്മൾ ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ CBSE സ്കൂളുകളിൽ നിന്നായി 4938 വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. 2 സ്കൂളുകളിലായി 4 പ്രധാന വേദികളും 19 ഉപവേദികളുമാണ് മത്സരങ്ങളിൽ നടക്കുന്നത്. അന്യോന്യം കുട്ടികൾക്ക് സൗഹൃദം പങ്കുവെക്കുവാനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുമുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ചോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ അനീഷ സിംഗ് പറഞ്ഞു. സെൻട്രൽ ട്രാവൻകൂർ സഹോദയ കോംപ്ലക്സിന്റെ കലോത്സവം 2025 ഇവിടെ ചോയ്സ് സ്കൂളിൽ വെച്ചാണ്, ചോയ്സ് സ്കൂൾ തിരുവല്ലയിൽ വെച്ചാണ് അത് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് 24th, 25th and 26th of സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഇന്ന് ഇത് ആക്ച്വലി ഒത്തിരി സ്റ്റുഡൻസ്, അറൌണ്ട് 96 ഇവന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അത്രയും പാർട്ടിസിപ്പൻസ് ഇവിടെ ഉണ്ട്. ഒരു വലിയ സന്തോഷമായിട്ടുള്ള ഒരു അവസരമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുചേരാനും കുട്ടികൾക്ക് അന്യോന്യം പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കാനും അതിന്റെ കൂടെ അവരുടെ ടാലൻസ് പ്രദർശിപ്പിക്കാനും കിട്ടിയ വലിയൊരു അവസരമാണ്. നാടോടി നൃത്തം, കുച്ചിപ്പുടി, ഭരതനാട്യം, ചിത്രരചന തുടങ്ങി വിവിധ കലാമത്സരങ്ങൾ 3 ദിനരാത്രങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ഗാന്ധി സ്ക്വയറിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ നടത്തി. KPGD സംസ്ഥാന ഗവേണിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ D ഗോപി മോഹൻ ഉദ്ഘാടനം ചെയ്തു. സമാധാനമാണ് കോൺഗ്രസ് ശ്രദ്ധിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സമയത്ത് പോലും കോൺഗ്രസിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെയും അതേ ശൈലിയിൽ തന്നെ പോകണം എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അതിനെല്ലാവിധ ജനങ്ങളും ഇടപെട്ട്. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ KG റെജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനു S ചക്കാലയിൽ യുദ്ധവിരുദ്ധ പ്രഭാഷണം നടത്തി. MR ജയപ്രസാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീദേവി ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ രജനി പ്രദീപ്, എലിസബത്ത് അബു, ABL മാത്യു, ജില്ലാ ട്രഷറർ സോമൻ ജോർജ്, അബ്ദുൽ കലാം ആസാദ്, ജോസ് പനച്ചയ്ക്കൽ, അഡ്വക്കേറ്റ് ഷൈനി ജോർജ്, PT രാജു, പ്രകാശ് പേരങ്ങാട്ട്, സജി ദേവി, പ്രദീപ് കുളങ്ങര, ഉഷ തോമസ്, PK എബ്രഹാം, ഷീജ മുരളീധരൻ, വിജയലക്ഷ്മി ഉണ്ണിത്താൻ, ലാലി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക നിവാരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗം മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ വാഹന പ്രചരണ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. 30-ാം തീയതി വരെ സ്വീകരിക്കുന്ന 10 വർഷം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ 2 വർഷത്തെ സർവീസ് ബ്രേക്ക് കണക്കാക്കും. ബാക്കി 8 വർഷത്തെ പ്രാബല്യം കിട്ടും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംസ്ഥാന വ്യാപകമായി ഒക്ടോബർ 3 മുതൽ 31 വരെ 200 കേന്ദ്രങ്ങളിലായി കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രചരണാർത്ഥം 24, 25 തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രചരണം ജാഥ ആരംഭിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടക്കം കുറിച്ചു. EK ബേബി അധ്യക്ഷത വഹിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ സുഭാഷ് S സ്വാഗതം പറഞ്ഞു.
മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ ഇതര ബോർഡുകൾക്ക് മാതൃകയാകുന്ന തരത്തിൽ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് ഉറപ്പാക്കുന്ന ഒരു ബോർഡാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. പലപ്പോഴും സജീവ അംഗത്വം നിലനിർത്താത്തത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് നമുക്ക് സമയബന്ധിതമായ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ സംസ്ഥാനത്ത് 200ഓളം കേന്ദ്രങ്ങളിൽ 10 വർഷം വരെയുള്ള കുടിശ്ശിക അടയ്ക്കാൻ ഒരു അവസരം തൊഴിലാളികൾക്കായി നൽകി വരുന്നത്. ഈ അവസരം പരമാവധി എല്ലാ തൊഴിലാളികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കുടിശ്ശിക അടച്ചു തീർക്കണമെന്നും ഓടമാവിധ അടച്ചു തീർക്കണമെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വാഹന പ്രചരണ ജാഥ നമ്മളിപ്പോൾ നടത്തി വരുന്നത്. ജില്ലാ ഉപദേശക സമിതി അംഗങ്ങളും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമായ ലാലു മാത്യു, പി ഗോപി, കെ സുരേന്ദ്രൻ, KG അനിൽകുമാർ, തോമസ് ജോസഫ്, AD ജോൺ, രവി പിള്ള, മുഹമ്മദ് ഷാ, മാത്യു വർഗീസ്, സജി KP, ശ്രീജ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുതൽ ക്ഷേമനിധി ഓഫീസ് അങ്കണം വരെ ഓട്ടോറിക്ഷ വാഹന റാലി നടത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണവും വാഹന പ്രചാരണ യാത്രയെ അനുഗമിക്കുന്നവരെ ആദരിക്കൽ ചടങ്ങും നടന്നു. തുടർന്ന് ബോർഡ് സ്റ്റാഫ് അംഗമായ പ്രോഗ്രാം കോർഡിനേറ്റർ ഇൻചാർജ് ബിനോയ്ക്ക് നന്ദി പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.